റയൽ മാഡ്രിഡിന് അപ്പോൾ UCL ഡ്രോ ചെയ്ത സമയത്ത് ലീഗ് ഫേസിൽ ആരൊക്കെയാണ് കിട്ടിയത്? എനിക്കറിയാം, ഇതൊരു ഇൻ്റർനാഷണൽ ബ്രേക്കായി, അതിൻ്റെ ആ ഒരു UCL ഡ്രോൻ്റെ ആ ഒരു ചൂടൊക്കെ കഴിഞ്ഞു എനിക്കറിയാം. ബട്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. റയൽ മാഡ്രിഡ് ആയാലും ബാഴ്സലോണ ആയാലും PSG ആയാലും ആഴ്സണൽ ആയാലും എല്ലായിടത്തും ഞാൻ വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ റയൽ മാഡ്രിഡിന് ആരൊക്കെയാണ് ഒപ്പോണൻസ് കിട്ടിയത്, പിന്നെ അതുപോലെ ലാസ്റ്റ് മയോർക്ക മാച്ച്, ഓക്കെ, അതും നമ്മൾ കണ്ടതാണ്. മയോർക്ക മറ്റേ അവരുടെ ആ ഒരു ടോപ്പ് ഡിഫൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഇറ്റാലിയൻ കോച്ചിൻ്റെ അണ്ടറിൽ ഒരു കിഡിലൻ ഡിഫൻസ്, അതായത് കുറേ ആൾക്കാരുടെ ഒരു ഡിഫൻസ് വെച്ചിട്ടാണ് അവർ കളിച്ചത്. പക്ഷേ അവർക്കെതിരെ 2-1 എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചു. 3 ഗോൾ നമ്മുടെ ഓഫ് സൈഡ് ഗോളായി. വിനീഷ്യസ് ജൂനിയർ ഒരു കിഡിലൻ ഗോളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ റിവ്യൂ ഇട്ടിട്ടില്ല, ഐ നോ. ബട്ട് റയൽ മാഡ്രിഡ് വിജയിച്ചു. സാബി അലൻസോയുടെ അണ്ടറിൽ റയൽ മാഡ്രിഡ് അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. എനിക്കിപ്പോൾ എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് വിശ്വാസം കൂടി വരുന്നുണ്ട് സാബി അലൻസോയിൽ. വിശ്വാസത്തിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് ഗ്രൗണ്ടിൽ വല്ലാതെ കണ്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കണ്ടുവരുന്നുണ്ട് സാബി അലൻസോയുടെ. എന്തായാലും റയൽ മാഡ്രിഡിൻ്റെ UCL ഡ്രോ എങ്ങനെയായിരിക്കും? റയൽ മാഡ്രിഡ് എന്ന് പറയുമ്പോൾ ആ ഒരു 15 UCL അത് നമുക്കറിയാലോ. അപ്പോൾ UCLിൽ റയൽ മാഡ്രിഡ് ടീം എന്ന് പറയുന്ന ഒരു വേറെ ടീമാണ്. ചിലപ്പോൾ ലാലിഗയിൽ മനോമര്യാദയ്ക്കും കളിച്ചില്ലെങ്കിലും UCLിൽ അത് വേറെ ടീം തന്നെയാണ് റയൽ മാഡ്രിഡ്. UCL ചാമ്പ്യൻസ് ലീഗ് ആവുന്ന സമയത്ത് റയൽ മാഡ്രിഡിൻ്റെ പ്ലെയേഴ്സ് എല്ലാവരും ഒരു വേറെ മൂഡിലായിരിക്കും. അപ്പോൾ ആ ഒരു റയൽ മാഡ്രിഡ് ഈ ഒരു UCL ഡ്രോ, ഈ ഒരു സീസണിലെ UCL ഡ്രോ എങ്ങനെയുണ്ട്? ലീഗ് ഫേസിൽ ആരൊക്കെയാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്? ഫസ്റ്റ് നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റി, അവന്മാരെ പിന്നെയും കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റി ആ ഒരു റൗണ്ട് ഓഫ് 16 നോക്കൗട്ടിൽ കിട്ടിയിരുന്നു, പരാജയപ്പെടുത്തി വിട്ടു. അതിൻ്റെ മുമ്പത്തെ സീസണിൽ കിട്ടിയിരുന്നു, പരാജയപ്പെടുത്തി വിട്ടു. അതിൻ്റെ മുമ്പത്തെ സീസണിലും കിട്ടിയിരുന്നു, പക്ഷേ അതിൻ്റെ മുമ്പത്തെ സീസണിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ മുമ്പത്തെ സീസണിലും കിട്ടിയിരുന്നു. അതിൻ്റെ മുമ്പത്തെ സീസൺ കോൺസിക്യൂട്ടീവായിട്ട് 4ാമത്തെ സീസണിലാണ് റയൽ മാഡ്രിഡിനെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിട്ടുന്നത്. അവന്മാർ ഇങ്ങനെയാണ് എങ്കപ്പാത്താലി വരുന്നത്. റയൽ മാഡ്രിഡിനെ ചാമ്പ്യൻസ് ലീഗിൽ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സിറ്റിയുടെ പെപ് ഗാർഡിയോള എപ്പോഴും അതിന് കഷ്ടപ്പെടാറുണ്ട്, പക്ഷേ ജയിക്കാറും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അധികവും മെജോറിറ്റിയും റയൽ മാഡ്രിഡാണ് വിജയിക്കാറ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റിയെ വീണ്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഹോം മാച്ചാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ബെർണാബ്യൂവിലാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ ഒരു മാച്ച് ഉള്ളത്. രണ്ടാമത്തെ മാച്ച് നല്ല കേട്ടോ, ഞാനൊരു ഓർഡറിൽ പറഞ്ഞു പോവാണ്. ലിവർപൂളിനെതിരെ ആൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മാച്ച് ഉള്ളത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം എവേ മാച്ചാണ്. കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടിരിക്കുകയാണ് ലീഗ് ഫേസിൽ 2-0 എന്നുള്ളൊരു സ്കോറിന്. മറ്റേ ഒരു എംബാപ്പയുടെ ആ ഒരു പെനാൽറ്റി മിസ്സിങ്ങും പരിപാടികളൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്. വിനി ജൂനിയർ ഇല്ലായിരുന്നു, അദ്ദേഹത്തിന് എന്തോ സസ്പെൻഷൻ പരിപാടിയായിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2-0 എന്നുള്ള സ്കോറിന് പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം റയൽ മാഡ്രിഡിന് വിജയിച്ചേ പറ്റൂ. ആൻഫീൽഡ് സ്റ്റേഡിയത്തിലായതുകൊണ്ട് ഓഫ് കോഴ്സ് ലിവർപൂളിന് തന്നെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. ആൻസ്ലോട്ടിൻ്റെ ലിവർപൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ അത്യാവശ്യം 400 മില്യൺ യൂറോ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അലക്സാണ്ടർ ഇസാക്കും വന്നിട്ടുണ്ട്. നമുക്കറിയാം 150 മില്യൺ പൗണ്ടിനാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ 100 മില്യൻ്റെ അബവ് ട്രാൻസ്ഫേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 2 ട്രാൻസ്ഫർ അവർ ഈ ഒരു സീസണിൽ നടത്തി. ടോട്ടൽ അതായത് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്ത് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നൊരു ടോപ്പ് 10 ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടെണ്ണം ലിവർപൂളാണ്. അത് ഈ ഒരു പ്രാവശ്യമാണ് അവർ നടത്തിയിട്ടുള്ളത്. ആൻസ്ലോട്ടിൻ്റെ ലിവർപൂൾ ഈ ഒരു സീസണിൽ അത്യാവശ്യം നല്ല പോലെ കാശ് തന്നിട്ടുണ്ട്. മിലോസ് കെർക്കസ് ആയാലും ഫ്രംപോങ് ആയാലും ഹ്യൂഗോ കിത്തിക്ക് ആയാലും അലക്സാണ്ടർ ഇസാക്ക് ആയാലും അങ്ങനെ കുറേ ഫ്ലോറിയാൻ വിഡ്സ് ആയാലും നല്ല പോലെ ട്രാൻസ്ഫേഴ്സ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ക്രിസ്റ്റൽ പാലസിൻ്റെ ആ ഒരു സെൻട്രൽ ബാക്കിനെ അവർക്ക് കിട്ടിയില്ല. ഓക്കെ, അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ആ ഒരു ഗ്യാപ്കോ അല്ല, കൊനാട്ടേക്കും വെർജിൽ വാൻഡേക്കിനും ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു പ്രോപ്പർ ബാക്കപ്പ് കിട്ടിയില്ല. കാരണം ക്രിസ്റ്റൽ പാലസിന് അവിടെ അദ്ദേഹത്തെ ആവശ്യമുണ്ട്. അദ്ദേഹത്തിനൊരു പ്രോപ്പർ റീപ്ലേസ്മെൻറ്റ് ക്രിസ്റ്റൽ പാലസിന് കിട്ടിയില്ല. അതിൻ്റെ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഫൈനലി അത് നടന്നില്ല. ക്രിസ്റ്റൽ പാലസിൽ തന്നെ ആ പ്ലെയറെ തുടരാൻ തീരുമാനിച്ചു. ലിവർപൂളിന് അദ്ദേഹത്തെ കിട്ടിയില്ല. പക്ഷേ സ്റ്റിൽ എന്നാലും ലിവർപൂൾ ടീം എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ കിടിലൻ ടീമാണ്. അവർ എല്ലാം നോക്കിയും കണ്ടും വന്ന് എല്ലാം ഫോക്കസ് ചെയ്ത് വരുന്നൊരു ടീമാണ്. മെൻറ്റാലിറ്റി തന്നെ ആൻസ്ലോട്ട് വന്നതിന് ശേഷം ലിവർപൂളിൻ്റെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിവർപൂളിനെതിരെ ആൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് റയൽ മാഡ്രിഡിന് കളിക്കാനുള്ളത്. പക്ഷേ ആൻഫീൽഡ് സ്റ്റേഡിയത്തിലായാലും ഓപ്പോസിറ്റുള്ളത് റയൽ മാഡ്രിഡാണ്. ഓക്കെ, ഇതിന് മുമ്പ് നമ്മൾ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാച്ചിന് തീ പാറുന്നൊരു മാച്ചായിരിക്കും, കൺഫേം ആണ്. സിറ്റിയെക്കാട്ടി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മാച്ചാണ്. റയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ മാച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു മാച്ച് ഉണ്ട് 4 നവംബർ ഈ കൊല്ലം. അതാണ് ഐ തിങ്ക് സിറ്റിയുമായിട്ട് 10 ഡിസംബർ അതാണ് റയൽ മാഡ്രിഡിൻ്റെ മാച്ച് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് യുവൻറ്റസിനായിട്ട് ഹോം മാച്ചാണ് റയൽ മാഡ്രിഡിനുള്ളത്. അത് ബെർണാബ്യൂവിലാണ്. അത് ഈസി ആയിട്ട് റയൽ മാഡ്രിഡിന് വിജയിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം യുവൻറ്റസ് പത്ര നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമൊന്നുമല്ല. ഇറ്റാലിയൻ സീരിയയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കട്ടെ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നെപ്പോളിയാണ് സീരിയ അടിച്ചിട്ടുള്ളത്. യുവൻറ്റസ് 3-4 സ്ഥാനത്താണ് യുവൻറ്റസ് ഉള്ളത്. സോ
അപ്പോൾ അവർക്കിപ്പോൾ കുളുമുവാനിനെ അവർക്ക് മിസ്സായിട്ടുണ്ട്. അതായത് PSG എന്ന ലോണിലായിരുന്നു കുളുമുവാനി യുവൻറ്റസിൽ ഉണ്ടായിരുന്നു. യുവൻറ്റസിൻ്റെ പെർമനൻറ്റ് ഡീലിൽ അവർ ആക്കാൻ നിൽക്കായിരുന്നു, പക്ഷേ അത് അവർക്ക് പറ്റിയില്ല. അദ്ദേഹം PSG തിരിച്ചു പോയി. പിന്നെ PSG നേരെ ടോട്ടനാമിലോട്ട് പോയിട്ടുണ്ട് കുളുമുവാനി. അപ്പോൾ അവർക്ക് അവരുടെ ഒരു പ്ലാനിലുള്ള വൺ ഓഫ് ദ മെയിൻ സ്ട്രൈക്കറാണ് അവർക്ക് പോയിട്ടുള്ളത്. അറിയില്ല, എന്തായാലും ഹോം മാച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 16 റയൽ മാഡ്രിഡിന് കിട്ടിയിരുന്നു. ആ സമയത്ത് റയൽ മാഡ്രിഡിൻ്റെ സാബി അലോൻസോ ഒന്ന് ബിൽഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആ സമയത്ത് പോലും പരാജയപ്പെട്ടിട്ടുണ്ട്. ഗോൺസാലോ ഗാർസിയ ഗോൾ സ്കോർ ചെയ്ത് നമ്മൾ കണ്ടതാണ്. പരാജയപ്പെട്ടു യുവൻറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ബെർണാബ്യൂവിലാണ് മാച്ചുള്ളത്. അപ്പോൾ എന്തായാലും റയൽ മാഡ്രിഡ് വിജയിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ബെൻഫിക്കയും കിട്ടിയിട്ടുണ്ട്. അവരെ എവേ മാച്ചാണ്, പോർച്ചുഗലിലേക്ക് പോകേണ്ടി വരും. പക്ഷേ റയൽ മാഡ്രിഡ് വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ബെൻഫിക്ക ഒരു ടോപ്പ് 5 പോലും ഉള്ളൊരു ടീമല്ല, പക്ഷെ എന്നാലും അവർ ഡേഞ്ചറസ് തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗാണ്, എന്ത് വേണേൽ എപ്പോൾ വേണേലും നടക്കാം. അവരുടെ ഹോം മാച്ചുമാണ്, എന്ത് വേണേലും നടക്കാം, നമുക്കറിയില്ല എന്തായാലും. പിന്നെ അതുപോലെ തന്നെ മാഴ്സിയെ ഫ്രഞ്ച് ലീഗിലൊരു ടീമാണ്, അവരെയും കിട്ടിയിട്ടുണ്ട്. അവരെ ഹോം സ്റ്റേഡിയത്തിലാണ്, അതായത് നമ്മുടെ ബെർണാബ്യൂവിലാണ് മാച്ചുള്ളത്. അത് റയൽ മാഡ്രിഡ് വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഒളിമ്പിയാക്കോസ്, ഓക്കെ, അതൊരു ഗ്രീക്ക് പ്രൊഫഷണൽ ഫുട്ബോൾ ടീമാണ്. അവരുമായിട്ട് എവേ ആണ്, അവിടെ പോയി കളിക്കണം, ഗ്രീക്കിൽ പോയി കളിക്കണം, അവരുടെ സ്റ്റേഡിയത്തിൽ പോയി കളിക്കണം. സോ അതും റയൽ മാഡ്രിഡ് ഈസി ആയിട്ട് വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ മെയിൻ മറ്റേ കസാക്കിസ്ഥാൻ ടീം, ഓക്കെ, ഖ്വത്ത് അൽമാറ്റി അങ്ങനെ എന്താണെന്നാണ് ആ ഒരു ടീമിൻ്റെ പേരുള്ളത്. ആ ഒരു കസാക്കിസ്ഥാൻ ടീമിനെതിരെ അത് റയൽ മാഡ്രിഡിന് ഭയങ്കര ചലഞ്ചിങ് ആണ്. വേറെ ഒന്നുമല്ല, എവേ മാച്ചാണ്. അവരുടെ റെസ്പോൺസൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു അൽമാറ്റി ടീമിൻ്റെ റെസ്പോൺസൊക്കെ നമ്മൾ കണ്ടതാണ്. അവർക്ക് റയൽ മാഡ്രിഡിനെ കിട്ടിയ ഭയങ്കര സന്തോഷമായി. വെറും 25,000 കപ്പാസിറ്റി മാത്രം ഉള്ള ഒരു സ്റ്റേഡിയമാണ് അവർക്കുള്ളത്. അപ്പോൾ അവരുടെ ഫാൻസ് എങ്ങനെ റയൽ മാഡ്രിഡിനെ ഏറ്റെടുക്കും? ഓക്കെ, ആ ഒരു മാച്ച് ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു 10-ാം തീയതി ആണെന്ന് തോന്നുന്നു ആ ഒരു മാച്ചുള്ളത്. സോ അത് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് നോക്കിയിരിക്കുകയാണ്. റയൽ മാഡ്രിഡ് വേഴ്സസ് ഖ്വത്ത് അൽമാറ്റി എന്നുള്ള ആ ഒരു 1800 കിലോമീറ്റർ സംതിങ് അത്ര അവർക്ക് ട്രാവൽ ചെയ്യണം പോലും. എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ആ ഒരു ചാമ്പ്യൻസ് ലീഗിൽ ഇത്രയധികം ദൂരം ട്രാവൽ ചെയ്തിട്ട് ഒരു മാച്ച് കളിക്കാൻ പോകുന്നത്. അത് റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സിനെ എത്രത്തോളം ബാധിക്കുമെന്നും അറിയില്ല. അപ്പോൾ ഓൾറെഡി അവരുടെ ഫിക്ചേഴ്സ് എല്ലാം കൺജസ്റ്റഡ് ആണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. സോ അത് ഭയങ്കര ചലഞ്ചിങ് ആണ്. ചിലപ്പോൾ പ്രീ സീസൺ മാച്ചസിനൊക്കെ പോയിട്ടുണ്ടാവും, ഫ്രണ്ട്ലി മാച്ചസിനൊക്കെ റയൽ മാഡ്രിഡ് പോയിട്ടുണ്ടാവും, ജപ്പാനിലും അവിടെയൊക്കെ പോയിട്ടുണ്ടാവും. ഞാൻ ഇത് പറയുന്നത് ചാമ്പ്യൻസ് ലീഗ് മാച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു മാച്ച് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഇത്രയൊക്കെയാണ് 8 ടീമുകളാണുള്ളത്. സോ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ്, അതായത് നമുക്കറിയാലോ ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റിൽ ആ ഒരു ലീഗ് ഫേസിൽ എല്ലാം കൂടി ഒരൊറ്റ ലീഗാണ്. ഓക്കെ, 4 അവേ മാച്ചും 4 ഹോം മാച്ചും. അതിൽ ടോപ്പ് 8 അതായത് ടോപ്പ് 8 ടീമിന് ഡയറക്റ്റ് ക്വാളിഫിക്കേഷനാണ് റൗണ്ട് ഓഫ് 16 പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 9ാം സ്ഥാനം തൊട്ട് 24 സ്ഥാനം വരെയുള്ള ടീമിന് ഒരു നോക്കൗട്ട് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം റയൽ മാഡ്രിഡ് അതിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയാണ് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ടുള്ള ഒരു മാച്ചൊക്കെ വന്നത്. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ടോപ്പ് 8 വരാൻ പറ്റിയില്ലായിരുന്നു, കാരണം AC മിലാനോടും ലിവർപൂളിനോടൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ആവില്ല, ഫസ്റ്റ് തന്നെ ആ ഒരു ടോപ്പ് 8 വരുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. സോ നമുക്ക് നോക്കാം എന്തായാലും. താങ്ക് യു സോ മച്ച്.